ചേച്ചിയുടെ സ്ഥാനത്ത് നിൽക്കുന്നവളെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ പലതും മൂടി വെച്ചത്. നമുക്കിടയില് അങ്ങനെ രഹസ്യങ്ങൾ പാടില്ല കരണേ. അതെ, പാടില്ല. അതുകൊണ്ട് ഇനി ഉള്ളതങ്ങ് പറയാം. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പോക്കായിരുന്നു അവളുടേത്. അവൾക്കൊരു രോഗമുണ്ട്. അതുകൊണ്ടാണോ ഏട്ടനെ കല്യാണം കഴിക്കാൻ അവര് തയ്യാറായത്? രോഗമെന്ന് പറഞ്ഞാലേ അത് ബാഹ്യമായിട്ടുള്ളൊരു അസുഖമല്ല. വൈകല്യം ബാധിച്ചിരിക്കുന്നതേ അവളുടെ മനസ്സിനാ. എന്നുവെച്ചാ അവളൊരു പ്രേമരോഗി ഉണ്ണേട്ടാ. ഉണ്ണിമോനെ കല്യാണത്തിന് മോൾക്ക് 150 പവൻ തന്നായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ടൊരു തൃപ്തി വന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ വാങ്ങിച്ചു. മോനും ഒരു മാല വാങ്ങിയിട്ടുണ്ട്. അയ്യോ, അതിനൊന്നും ആവശ്യമില്ലായിരുന്നു മുത്തശ്ശി. സ്നേഹം കൊണ്ട് മുത്തശ്ശി വാങ്ങിയതല്ലേ? ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ട്. ദേഹണ്ണ, ഞാൻ പറഞ്ഞല്ലോ ഇവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതേ നിന്നെ നോക്കുന്നതിനോടൊപ്പം എന്റെ മോളെ കൂടെ നോക്കാനാ. മഹാലക്ഷ്മിക്ക് വന്നിരിക്കുന്നത് മഹാഭാഗ്യമാ. ആ ബോധമൊന്നും ലക്ഷ്മിക്കില്ല മുത്തശ്ശി. ഇവൾക്ക് അതിലും വലുത് കിട്ടുമെന്നൊക്കെയാ ചിന്ത. മാനമര്യാദക്ക് ജീവിച്ചില്ലെങ്കിലേ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? ഇന്നത്തെ ദിവസം നീ ഇരുന്നോ കണ്ണന്റെ അടുത്ത്? അവിടെ പോയിരി എന്ന് വെച്ചേ ഇവളുടെ വറവായിട്ട് ചെല്ലുമ്പം എല്ലാരും ഇരുന്നതിന് ശേഷമേ നീ ഇരിക്കാവൂ. ഇന്നത്തോടെ കണ്ണേട്ടൻ അവളെ ഞങ്ങളുടെ വീട്ടിൽ നിർത്തിയിട്ട് പോകുന്നു മുത്തശ്ശിക്ക് അറിയില്ലല്ലോ. എന്താണ് നിനക്ക് കഴിക്കാൻ ഇത്ര പ്രയാസം? അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭക്ഷണമൊക്കെ മുന്നേ കൊണ്ടുവെക്കുമ്പോൾ വെട്ടി വിഴുങ്ങുന്നതാണല്ലോ. ഇന്നൊന്നും ഇറങ്ങത്തില്ല മുത്തശ്ശി. അതെന്താ? കണ്ണന് കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇവള് ഇവന്റെ ഭാര്യയായത്. ഇന്നലെ ഒരാളിവിടെ വന്നായിരുന്നു, എന്റെ ഏട്ടത്തിന്ന് പറയുന്നവളെ കാണാൻ. ആരടി? വേറെ ആരാ, കണ്ണേട്ടന്റെ ഭാര്യയുടെ കാമുകൻ. അയ്യോ, കാമുകനോ? അതെ, ഇന്നലെ അവൾ ഒരുത്തനെ വിളിച്ച് മുറിക്കകത്ത് കയറ്റി. കൈയോടെ ഞങ്ങൾ പിടിക്കുകയും ചെയ്തു. എല്ലാവരും കൂടെ പോയിരിക്കുക അവളെ കൊണ്ട് കളയാൻ. കഞ്ഞി കുടിച്ച് കഴിഞ്ഞോട്ടെന്ന് കരുതി അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പൊ അവളും അവളുടെ അമ്മയുടെ അതേ സ്വഭാവം തന്നെ അങ്ങ് പുറത്തെടുത്തു. ഉണ്ണിയുടെ അമ്മ ഈ വിവരം വിളിച്ച് എന്നോട് പറഞ്ഞപ്പോഴേ ഞാനാകെ വളരെ വെളുത്തു പോയി. എന്റെ കുഞ്ഞിന് അത്തരം ശീലങ്ങളൊന്നുമില്ല. അവളെ എനിക്കറിയാവുന്നതുപോലെ പ്രതാപേട്ടന് അറിയില്ലല്ലോ. മിണ്ടരുത്.